ചിത്രച്ചേച്ചി ചാടിക്കയറി പാട്ട് തീർന്നു എന്ന് തോന്നിയത് ചിത്രച്ചേച്ചി ചാടിക്കയറി ഗോൾഡൻ സ്റ്റാർ അടിച്ചു. അപ്പോൾ ഗോൾഡൻ സ്റ്റാർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം പൈറോയും ബ്ലാസ്റ്റും കാര്യങ്ങളും കുറേ ഇത് വരികയും ഈ സാധനം റീഷൂട്ട് ചെയ്തു. അവസാനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും യൂട്യൂബിൽ ഒരു കുറേ കമൻസിനകത്ത് ഈ മുടി മാറി കിടക്കുന്നു എന്നും പറഞ്ഞത് കണ്ടപ്പോഴാണ് ഭഗവാനെ ഇങ്ങനൊരു സംഭവം. പിന്നെ പൊതുവിൽ ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവരുടെ മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയി. കഷ്ടകാലത്തിന് മിക്ക പാട്ടുകളും അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് ശ്രീരാഗിന്റെയാണ്. അപ്പം നമുക്ക് ആദ്യമേ ഈ പാട്ട് എടുക്കുമ്പോഴേ അറിയാം ഈ പാട്ട് യൂട്യൂബിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആൾക്കാരുടെ ധാരണ ശ്രീരാഗിനോട് നമുക്കെന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തതാണെന്നുള്ളത്. സാറിന് അല്ലേ, സാറിന്റെ പേരൊക്കെ എഴുതിട്ട് ചിതറാറില്ലേ? ആരുടെ പാട്ട് അപ്ലോഡ് ചെയ്താലും എനിക്ക് 2 ഉണ്ടാവും. സാറിന് എന്താ വെച്ചാൽ ഭയങ്കര ഇതാണ്, ഷോ നന്നാവണം, എല്ലാ ആസ്പെക്ടിലും നന്നാവണം, ഭയങ്കര അങ്ങനെയല്ല. ആരെങ്കിലും ഷോ മോശമാണോ ചോദിച്ചോ? സാർ പ്ലീസ് സാർ ഇവിടെയെങ്കിലും എനിക്ക് വർഷം കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വർഷം കൂടെ റിസപ്ഷനിൽ ഇരുന്ന് വർഷം എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഒറ്റ കാഴ്ചയിൽ വർഷം ഇഷ്ടപ്പെട്ടില്ല. ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ട. ഞാൻ പോയ കോലമാണ് കേട്ടോ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ അല്ലേ, കുറച്ച് ഷോ ഒക്കെ ആക്കി പോകാന്ന് വിചാരിച്ചിട്ട് ഇത്ര ഇറക്കുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ കോൺവേഴ്സ് ഷൂ ഒക്കെ ഇട്ട് ഇരുന്നപ്പോൾ തന്നെ സാറ് എന്നാ പിന്നെ എന്നുള്ള മൂടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് സാറും കൂടി ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പൊ സാർ ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് നമ്മളെ കൂടെ ചേരുവോ? സാർ കൈയടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് പുലിക്കുട്ടികൾ, ഇത് പടക്കുതിര, ഇതാണ് പില്ലർ ഓഫ് ദി ഷോ അല്ലേ? അതായത് ഭയങ്കര ഞങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ അവിടെ വന്നിരുന്നും ചെയ്തു, പിന്നെ നമുക്ക് ഇവിടെ കൊണ്ടിരുത്താനായിരുന്നു വെപ്രാളം ഉണ്ടായിരുന്നത്. അല്ല പക്ഷെ എല്ലാവരും അന്നപ്പോ തൊട്ട് ചോദിക്കായിരുന്നു, സാറ് ഇരിക്കില്ലേ, സാർ വരില്ലേ, സാർ വരില്ലേ അല്ലേ? നിങ്ങൾ എല്ലാവരും ചോദിക്കായിരുന്നു. അല്ലല്ല ഷേ എന്നാണ് വെച്ചത്, സാറ് ചിലപ്പോ വൈകും. ഞാൻ അവിടെ ഇരുന്നപ്പോഴും ഇങ്ങനെ ഹരീഷ് എന്തൊക്കെ പറയായിരുന്നു, മറ്റേ അനുശ്രീ ഇതുവരെ ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേൾപ്പിച്ചില്ല. എങ്ങനെയാണ് സാർ ഭയങ്കര പാട്ടുകാരനാണോ? നിങ്ങൾ അത് പ്രശ്നം വിളിച്ചിരുത്തി അവമാനിക്കാനുള്ള ശ്രമമാണ്. അല്ല സാറിന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊരു നല്ല പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്, അല്ല ഞാനങ്ങനെ ഒരു പാട്ടുകാരനൊന്നും അല്ല. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, സാറിന്റെ പാട്ട് ഇപ്പൊ പോലെ നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ സാറിന് എല്ലാം കറക്റ്റ് അറിയാം. ഇല്ല, അതിപ്പോ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ജോലി. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ പാഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ജോബായിട്ട് മാറത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത ഒരാളാണ്. അപ്പം നമുക്കൊരു ഭയങ്കര പാഷനുണ്ട്. അത് ഈ മീഡിയത്തോടായിക്കോട്ടെ മ്യൂസിക്കിനോടായിക്കോട്ടെ ഒരു പാഷനുണ്ട്. ആ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു എന്താ പറയുക, ലൈഫ് നമ്മൾ കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ചോളം. ഞാൻ അതിനകത്ത് ഞാൻ കണ്ടെത്തുന്ന ഹാപ്പിനെസ് ആണ് എൻ്റെ ഷോ എന്ന് പറയുന്നത്. സാറിനെ കുറിച്ച് ഞാൻ സാറ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഏറ്റവും അന്വേഷിച്ച് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോലിയോട് ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ആളാണ്, എന്തൊക്കെയാണെങ്കിലും ജോലിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് പറയുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, എവിടെയാണെങ്കിലും സ്വന്തം ഷോയുടെ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ കാണുന്ന ഒരാളാണ്. പ്ലീസ്, ഞാനാ പറഞ്ഞത്. അതെന്താന്ന് വെച്ചാല് നമ്മള് ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിൽ ഇപ്പൊ ഇവരൊക്കെ ആ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു ടേണിംഗ് പോയിന്റിൽ ഒരു ഏർലി 20s നമുക്കൊരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ജോലി തിരഞ്ഞെടുക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ലൈഫിൽ ഏറ്റവും നന്നായിട്ട് വരേണ്ടത്. ഒന്ന്, നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം. 2, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പം ഇത് 2ഉം സക്സസ് ആകുകയാണെങ്കിൽ തന്നെ, ഇത് 2 നമ്മുടെ നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് പകുതി വിജയിച്ചു. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ മീഡിയ വേണം അല്ലെങ്കിൽ സിനിമ വേണം, ഈ ടെലിവിഷൻ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. യാദൃശ്യമായ ടെലിവിഷനിലേക്ക് വന്ന നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നും പിന്നും നോട്ടമില്ല. കാരണം പിന്നെ ഈ മീഡിയയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മുടെ വീട്ടിലായിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ നമ്മൾ നന്നായിട്ട് ജീവിക്കണം എന്നല്ലാതെ നമ്മൾ ഇന്ന ജോലി എടുത്ത് ജീവിക്കണം എന്ന് ആർക്കും നിർബന്ധമൊന്നുമില്ല. അപ്പം ഇത്തരം ഒരു സ്പേസിൽ നിലനിൽക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ചുറ്റുപാട് നിൽക്കുന്ന
നമ്മളെപ്പോലെ ഷോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പം അവരുടെ ഒപ്പം നമുക്ക് കോമ്പറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ പണിയെടുത്തേ പറ്റും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സർവൈവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കിതൊരു പാഷനാണ്. എനിക്കിപ്പോൾ സാറിൻ്റെ കാര്യത്തിൽ നിന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഫസ്റ്റത്തെ ടെലിവിഷൻ ഷോ ആണത്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഒരു ഗുരു എന്ന് പറയുന്നത് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ സാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സാറിൻ്റെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, സാർ എങ്ങനെയാണ് ഷോ ചെയ്യുന്നത്, സാറിൻ്റെ രീതികൾ എങ്ങനെയാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒട്ടും എക്സ്പ്രസീവ് അല്ല ആക്ച്വലി ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ഞാൻ അധികം കാണിക്കില്ല. അപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ കാണുമ്പോഴാണ് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസാണ്. സാർ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതലായിട്ട് അതൊരു എന്താ പറയുക നമുക്കിങ്ങനെ മൂപ്പര് ചെയ്ത് കാണുന്നത് നമ്മൾ കണ്ടുപഠിക്കുന്നതാണ് മെയിനായിട്ട്. അതൊരു എന്താ പറയുക വേറൊരു സാധനം തന്നെയാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു അവസരത്തിനും ഈ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ പറയരുത്, സത്യം പറഞ്ഞതാണ്. ഇല്ല, ഞാൻ ഇന്നലെ ഹിസ്റ്ററി ചെക്ക് നടത്താൻ നേരത്തെ വിളിച്ച സമയത്ത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് നല്ലത് മാത്രമേ പറഞ്ഞു. ഏതൊറക്കത്തെ ചോദിച്ചാലും ഞാൻ ഇതേ പറയൂ. അല്ല ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇപ്പം ഇവരാണെങ്കിലും ഇപ്പം വർഷ സ്റ്റേജ് ഇപ്പം കയറുമ്പോൾ മാത്രമല്ല എനിക്ക് ഇവർ ഓരോരുത്തരും പാടുമ്പോഴും എനിക്ക് ടെൻഷനാണ്. കാരണം ഏതെങ്കിലും ഒരു കുട്ടി അവിടെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഒരു ചെറിയ എറർ അയ്യോ എന്ന് ആദ്യം വയ്ക്കുന്ന മിക്കവാറും ഞാൻ. കാരണം എല്ലാ ചെറിയ എലമെന്റ്സുകളും പെർഫെക്റ്റ് ആകുമ്പോഴാണ് ഒരു ഷോ നന്നാവുക. ഏതെങ്കിലും ഒരു കുട്ടി മോശമായാൽ ആ ഏരിയ മൊത്തം മോശമാവും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരുടെയും പുറകെ ശബ്ദം സൂക്ഷിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതൊക്കെ ഈ പറഞ്ഞത് ഷോയോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റും ഇഷ്ടവും കൊണ്ടാണ്. സാറിന് എന്താ വെച്ചാൽ ഭയങ്കര ഇതാണ് ഷോ നന്നാവണം, എല്ലാ ആസ്പെക്റ്റിലും നന്നാവണം, ഭയങ്കര അങ്ങനെയല്ല. ആരെങ്കിലും ഷോ മോശമാണോ ഷോ ചെയ്യോ? സാർ പ്ലീസ് സാർ ഇവിടെയെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ ഇയർ പീസിലുള്ള കമ്മ്യൂണിക്കേഷൻ? സാർ ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല അങ്ങനെയല്ല, നമ്മള് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ടിന് നമ്മൾ ഗ്രൂമിങ് തുടങ്ങുന്നത് എന്നിട്ട് 4 ദിവസം മുമ്പാണ്. അപ്പോൾ 4 ദിവസം മുമ്പ് ഞാനും എൻ്റെ ടീമും എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് വർഷം ഉണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ എന്തൊക്കെ ചെയ്യണം. അപ്പം പലപ്പോഴും ഇത്തരം ഷോയെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണ്. ആക്ച്വലി ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്ന എപ്പിസോഡിൽ ഇന്ന ആൾക്കാരാണ് പാടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഇമോഷണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റ്സിനെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക രസകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില എലമെൻസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു റൺ ഓർഡർ ഉണ്ടാവും. ഇപ്പം ദിശ പാടാൻ വരുന്നു, ഉദാഹരണം പറയാം, ദിശ പാടാൻ വരുന്നു. അപ്പോൾ ദിശയ്ക്ക് അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ദിശ ഒരു ഗോൾഡൻ സ്റ്റാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിശയുടെ പേരൻസിൻ്റെ ക്ലോസപ്പ് പോകുന്നു. അപ്പോൾ പേരൻസിനെ സ്റ്റേജിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഒരു പക്ഷേ ദിശയുടെ ഏതെങ്കിലും ടീച്ചറെ നമ്മൾ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ മ്യൂസിക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടറെ നമ്മൾ നേരത്തെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇപ്പം ഒരു ഷോ ചിലപ്പോൾ ഇടയ്ക്ക് ഇത്തിരി സീരിയസ് ആകാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ശ്രീരാഗിനെ വിളിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫണ്ണായി എന്നുള്ള സാധനം നമ്മൾ ചെയ്യും. അല്ല ഇതൊന്നും ഞാൻ പറയുന്നത് ഇതൊന്നും നമുക്ക് ഏതെങ്കിലും ഒരാളെ കളിയാക്കണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. നമ്മളവിടെ ഇത് ഒന്ന് മൊത്തത്തിലൊന്ന് എനർജി ആക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ നമ്മൾ റൺ ഓർഡർ കഴിഞ്ഞിട്ടും 4 ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ടായിരിക്കും ശ്രീമതി സ്റ്റേജിലേക്ക് കയറാം. കയറുക, പിന്നെ അവിടെ ഒരു യുദ്ധമായിരിക്കും. അതായത് ഞാൻ സ്റ്റാർ സിംഗറിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശില്പ ചേച്ചിയാണ് എനിക്ക് സർഗോ സാറിൻ്റെ നമ്പർ തരുന്നത്. എന്നിട്ട് പറഞ്ഞു സ്റ്റാർ സിംഗർ തുടങ്ങാൻ പോവാണ്, ആങ്കറിനെ നോക്കുന്നുണ്ട്, അപ്പോൾ നീ സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം സാറിൻ്റെ പേര് എൻ്റെ ഭയങ്കര ഡിഫറെൻറ്റാണ്, സർഗോ വിജയരാജ്. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ആ ഒരു പേര് കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ കോണ്ടാക്ട് കിട്ടിയപ്പം എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വിളിക്കും മൂപ്പരെ വിളിച്ചിട്ട് എനിക്ക് സർഗോ എന്ന് പറയാൻ വയ്യ, മടി, എനിക്ക് നാണൊക്കെ പോലെ. ഞാൻ ശരിയാണോ? അതല്ല സാർ, അതല്ല, അതായത് സർഗോ ശരിയാണോ, പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോ ടെൻഷൻ എനിക്ക്. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഹലോ വിജയരാജ് സാർ അല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ സാർ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേര് കുറച്ച് പ്രശ്നമാണെന്ന് എനിക്കറിയാം. അപ്പൊ സാധാരണഗതിയിൽ എൻ്റെ പേര് ഫസ്റ്റ് കേൾവിയിൽ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് കുറവാണ്. ഞാൻ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെ ഞാൻ ഒന്നുകൂടെ കാണേണ്ടി വരില്ല. അപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ഇവരെ നമുക്ക് ഇനിയും കാണേണ്ടി വരും. അപ്പം ഞാൻ അവരെ കറക്റ്റായിട്ട് എൻ്റെ പേര് എഡ്യൂക്കേറ്റ് ചെയ്യിക്കും. ഇതാണ് സർഗോ വിജയരാജ്, ഇതാണ് ZRGO എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും. കാരണം ഇവർക്ക് ഇനിയാണെങ്കിലും വിളിക്കേണ്ടതാണല്ലോ.
ചില ആൾക്കാര് വിജയരാജ് വിളിക്കുമ്പോൾ പണ്ടാരടങ്ങാൻ വിളിച്ചിട്ട് പോട്ടെ, കാരണം ഇനി നമ്മൾ കാണുന്നുണ്ട്, എന്തേലും വിചാരിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. എന്നെ അങ്ങനെയായിരുന്നു അന്ന് ഫോൺ എടുത്തത്. ഇല്ല, ഞാൻ പൊതുവിൽ ആദ്യം ഇതൊന്നുകൂടെ കാരണം ആങ്കറിങ്ങിന്റെ ഒക്കെ പേരിൽ നമ്മൾ കുറെ ആൾക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തേലും ആട്ടെ, സാർ വിജയരാജെന്നോ രാജെന്നോ എന്തേലും വിളിച്ചിട്ട് പോയിക്കോട്ടെ, ഇത് എന്തേലും വിളിച്ചിട്ട് പോയിക്കോട്ടെ ഞാൻ വിചാരിക്കും. കാരണം ഇത് ഇവരെ ഇനി മറ്റേ വിവരം വെപ്പിച്ചിട്ട് നമുക്ക് ഇത് നേട്ടാ. സാറിന് അന്ന് നമ്മളെവിടെയാ നീലിമണി വീട്ടിൽ പോയപ്പോഴല്ലേ എന്താ വിളിച്ച സാറിന്? അല്ല, എന്റെ പേര് ആദ്യമായിട്ട് കൃത്യമായിട്ട് വിളിക്കുന്ന ഒരാളോട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട്. കാരണം ഭയങ്കര റെയറാ അത്. എന്തെങ്കിലുമൊക്കെ അനൗൺസ് ചെയ്യും. കാരണം പണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുമല്ലോ. സമ്മാനം കിട്ടുമ്പം ഈ സ്കൂളുകളൊക്കെ ഒരുമിച്ചാണല്ലോ നിൽക്കുക. അപ്പം ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പം മിക്കവാറും എനിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടും. സമ്മാനം കിട്ടുമ്പം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്ന് പറഞ്ഞിട്ട് ഒരല്പം ഗ്യാപ്പ് വരും. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്കിട്ടുള്ളതാ. കാരണം അയാൾ എൻ്റെ പേര് വായിക്കാൻ തപ്പുമായിരിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ പറയും, സർ ഗോവിന്ദരാജെന്നോ അല്ലെങ്കിൽ സർഗമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ എല്ലാരും കൂടെ അവിടെ കിടന്ന് വാർപ്പ് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ചമ്മി നാറിനിക്കായിരിക്കും, പണ്ടാരാണ് വീണ്ടും പെട്ട് എന്ന് കരുതിട്ട്. അതിനുശേഷം എന്നെ സംബന്ധിച്ചോളം എനിക്കിതൊരു പുതുമയല്ല. കാരണം പലപ്പോഴും ഈ പേര് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ പേരുള്ളതിൻ്റെ ഒരുപാട് പോസിറ്റിവിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ പലപ്പോഴും ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്, എൻ്റെ ഫസ്റ്റ് ഷോ മുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്തത് ഒരു പക്ഷേ എൻ്റെ ഷോയുടെ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ പേരിൻ്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം. അത് ഒരു സൈഡിലുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഈ പേര് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. യുണീക്കാണത്. അല്ല, ഞാൻ വർഷയുടെ അടുത്ത് 2-3 വട്ടം എന്നുള്ള പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ചോദിച്ചു. അപ്പൊ വർഷ എന്നെ ആദ്യം വിളിക്കുമ്പോൾ വർഷ ഇങ്ങനെ കാണാൻ വരുന്നു. അപ്പം ഞാൻ വർഷയുടെ ഫോട്ടോസ് ഒന്നും അധികം കണ്ടിട്ടില്ല. അപ്പം എന്നെ വർഷയാണ് FM-ലാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് വലിയ ഇതില്ല. അപ്പം ഞാനിങ്ങനെ കുറെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ അപ്പം ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്കാണ് വർഷ ആദ്യം വരുന്നത്. എനിക്ക് വർഷയെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനും വർഷയും കൂടെ റിസപ്ഷനിലിരുന്ന് വർഷം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഒറ്റ കാഴ്ചയിൽ വർഷം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയാം, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ട. ഞാൻ പോയ കോലമാണ് കേട്ടോ പ്രധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഷോ അല്ലേ, കുറച്ച് ഷോ ഒക്കെ ആക്കി പോകാന്ന് വിചാരിച്ചിട്ട് ഇത്ര ഇറക്കുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ കോൺവേഴ്സ് ഷൂ ഒക്കെ ഇട്ട് ആ ഒരു മൂഡിലാണ് പോയി. മുടിയൊക്കെ അന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇപ്പൊ വളർന്നിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ഇട്ട് ഞാൻ അങ്ങനത്തെ ഒരു ലുക്കിൽ പോയി. അപ്പം സാർ എക്സ്പെക്ട് ചെയ്യുന്നത് ടെലിവിഷൻ ആങ്കർ അല്ലേ, അപ്പൊ കുറച്ചിങ്ങനെ മേ ബി ഒരു സൽവാറൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാണാൻ കൊള്ളാവുന്ന കോലത്തിലായിരിക്കാൻ വിചാരിക്കും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇരുന്നപ്പോ തന്നെ സാർ എന്താ പിന്നെ എന്നുള്ള മൂടായിരുന്നു. ഞങ്ങൾ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ഒരു 5 മിനിറ്റ് താഴെ കൊണ്ട് അവസാനിച്ചു. ആക്ച്വലി അന്ന് നമ്മള് ഏഷ്യാനെറ്റിലെ ഹെഡിനൊക്കെ കാണാൻ വിചാരിച്ച ദിവസമായിരുന്നു, പക്ഷെ കാണിച്ചില്ല എന്നെ. ഞാൻ പറഞ്ഞു ഓക്കെ വർഷം കാണാം നമുക്ക് ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ഓഡീഷൻ അനൗൺസ് ചെയ്തിട്ട് കാര്യങ്ങളിങ്ങനെ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ കിഷൻ കുമാർ ഉണ്ട് ഹെഡ്, പുള്ളി എനിക്ക് ചോദിക്കുന്നത് ആങ്കർ ആയോ ഇത് ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരുമില്ല. ഞാൻ പറഞ്ഞായിട്ടില്ല, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ ആൾക്കാരുടെ പേര് പല ഭാഗത്തുനിന്ന് സജഷൻസ് വരുന്നുണ്ട്. നമുക്ക് അവരെ എടുത്തുകൂടെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാർ സിംഗർ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന രഞ്ജിനി ഹരിദാസിനെ എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സജഷൻസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പുതിയ ആൾക്കാർ വേണ്ടി വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ശില്പ എന്നെ പിന്നെയും വിളിക്കുന്നു, സർഗു ചേട്ടാ വർഷം വന്ന് കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ, കുഴപ്പമില്ല, എനിക്കതൊരു അതെന്ത് പറ്റി, നല്ല കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ എനിക്ക് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, എന്താ പ്രശ്നം? ഈ കോസ്റ്റ്യൂംസ് മൊത്തത്തിൽ എനിക്ക് എന്തോ കൊണ്ട് പിടിച്ചില്ല. അപ്പം എന്നാ പിന്നെ ഒന്നുകൂടെ വരാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ശില്പ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് വർഷം പിന്നെ കുറച്ചുകൂടെ മെനക്കി വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഒന്ന് ഒരു മീറ്റിംഗ് ആണ്, അപ്പൊ ആങ്കറിനെ പോലെ വരാൻ പറഞ്ഞിട്ട് ഞാനന്ന് ഹീൽസ് ഒക്കെ ഇട്ട് നല്ല സൽവാറൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല റെഡി ആയിട്ടൊക്കെ പോയി. ഞാൻ അങ്ങനെ അന്ന് എന്തായിരുന്നു അല്ല ശില്പ എന്ന് പറയുന്നത് എന്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയാ സിസ്റ്റർ ഒന്നും ഞാൻ അതല്ല പറയാൻ വന്നത്. ഞാൻ പറഞ്ഞ ശില്പ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് എനിക്ക് എല്ലാ വർഷവും ഈ ഇത്തരം ആങ്കർ ടാലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം ലക്ഷ്മി നക്ഷത്രയെ എനിക്ക് വിളിച്ച് കണക്ട് ചെയ്ത് തന്ന് ലക്ഷ്മി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്നിലേക്ക് ലക്ഷ്മി ഞാനുള്ള ഫസ്റ്റ് മീറ്റിംഗ് ഒരുങ്ങുന്ന ശില്പ പോലെയാണ്. 2 ജീവയെ എനിക്ക് കണക്ട് ചെയ്യുന്ന ശില്പയാണ്.
വർഷം എനിക്ക് കണക്ട് ചെയ്യുന്ന ശില്പയാണ്. അപ്പം ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശില്പയെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഒന്ന് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് പിന്നെ സാറിനെ ഇഷ്ടപ്പെട്ടു എന്നെ. അല്ല, രണ്ടാമത് വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഇത് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് ഈ ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു ഷോയാണ്. അപ്പം അങ്ങനത്തെ ഒരു അറ്റയറിലൊന്ന് വരാൻ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് വർഷം രണ്ടാമത് വന്ന് ഒരു ചുരിദാറൊക്കെ ഇട്ടുണ്ടാകും തോന്നുന്നു. അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് വന്നു. ഞങ്ങൾ അന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ ഹെഡിനെ കിഷനെ കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പം അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചപ്പോഴും അപ്പോഴും ഇങ്ങനെ തലയിലിങ്ങനെ നിൽക്കുകയാണ്, ഇത് എന്താണ് ഏതാണ്. അപ്പം പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പലയിടത്തുനിന്ന് ഇങ്ങനെ തള്ളി കയറിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം ഒരു സൈഡിൽ സെറ്റ് റെഡി ആയിട്ടില്ല, മറ്റേ ടെലികാസ്റ്റിൻ്റെ ഡേറ്റ് ഫിക്സ് ആയി, കണ്ടസ്റ്റൻസിൻ്റെ ഓഡീഷൻസ് ഇങ്ങനെ പല ഇതായിട്ട് പോകുന്നു. നമുക്ക് ഇപ്പം ആൾക്കാർ പറയും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ഗംഭീരമായിട്ട് പാടുന്ന പിള്ളേർ എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇവരൊക്കെ എത്രത്തോളം പാടുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു ടോട്ടാലിറ്റിയെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ടെന്നുള്ളതല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്താ പറയുക ഒരു വലിയ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ആങ്കർ പുതിയത്, ജഡ്ജസ് ഇതിന് മുമ്പ് ഇരുന്നിട്ടുള്ള ഒരു കോംബോ അല്ല. ഏഷ്യാനെറ്റിൽ കുറേ വർഷങ്ങൾക്ക്, അതായത് ഞാൻ ഒരു മ്യൂസിക് ഷോ ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന ആദ്യമാണ്. എൻ്റെ കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക ഈശ്വര എന്ന് വിളിച്ചിട്ടൊരു പോക്കാ പോയത്. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, സത്യം പറയട്ടെ സാർ എന്നാലും എന്താണ് അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയാം. എന്ത് കണ്ടിട്ടാണ് എന്നെ എടുത്തതെന്നുള്ള സാധനം എനിക്ക് അന്നും സാർ പ്ലീസ് സാർ ഒന്നും പറയുന്നത് പ്ലീസ് 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 നല്ല പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ വിഴുങ്ങുന്നില്ല, കണ്ണിക്കൊള്ളാനുള്ളത് കണ്ണിക്കൊണ്ടിട്ടല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇല്ല, അതെന്താ കാര്യം എന്ന് വെച്ചാല് നമ്മള് പക്ഷെ നല്ലതാ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ചില സമയങ്ങളിൽ നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ കൊള്ളാം എന്ന് തോന്നും. ആ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു നിമിഷം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് അവരിൽ തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഒരു ഗട്ട് ഫീലിംഗ്, അത്തരം ഗട്ട് ഫീലിംഗ് ആണ് നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവുന്നത്. അതിപ്പം ജീവയുടെ കേസിലാണെങ്കിലും അതും ഈ പറഞ്ഞ പോലെ ഒരു സരിഗമപ്പ എന്ന് പറയുന്ന ഒരു സി പുതിയ ചാനൽ, അവിടെയാണെങ്കിലും ആ ഒരു ജഡ്ജസ് കോംബോ എന്ന് പറയുന്നത് അതിനു മുമ്പ് വന്നിട്ടില്ല. ഗോപിയൊന്നും ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്രയും വലിയൊരു ഷോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പം ജീവ എന്ന് പറയുന്നൊരു പയ്യനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ശില്പയാണ് പറയുന്നത്, ശില്പയുടെ മോള് ജീവയുടെ ഭയങ്കര ഫാനാണ്, വേറെ ഏതോ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെന്നൊക്കെ. ഇന്ന് സൂര്യയിൽ എന്തോ ഒരു ചെറിയ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോൾ, സോറി ജീവ. അപ്പം അങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുമ്പം എല്ലാവരും എൻ്റെ കയ്യിൽ ആദ്യം ചോദിക്കുന്നത് നീ എന്തറിഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു ഷോയ്ക്കകത്ത് പുതിയ ആൾക്കാരെ കൊണ്ടിട്ടിരിക്കുന്നത് ചോദിക്കും. പക്ഷെ എനിക്കത് വർക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യമാണ് ഈ ഇരിക്കുന്ന ആളാണെങ്കിലും. കാര്യം ശ്രദ്ധിച്ചോ, സാറ് വഴി വന്നിട്ടുള്ള എല്ലാ ആങ്കേഴ്സും കിടില ആങ്കേഴ്സ് ആയി മാറിയിട്ടുണ്ട്. നീ എന്താ പറയാൻ പോണത്? അങ്ങനെ എന്താ പറയാൻ പോണത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ല അടുത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരുന്നിട്ട് സാറ് പറയാൻ പോകുന്ന കാര്യമെല്ലാം വർഷയ്ക്ക് കംപ്ലീറ്റ് ചെയ്യണം പെട്ടെന്ന്. ഇല്ല, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ മടിച്ചത് അതുകൊണ്ടാണ്. ഈ ഇരിക്കുന്ന 8 ഓഡിയൻസിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. ഇനി ഇവരെ നമ്മൾ ഓണാക്കണം, ഓണാക്കണം, ഇല്ലെങ്കിൽ മാർക്ക് തരില്ല അടുത്ത പറ്റത്തില്ല. അതെ. അല്ല, ഈ 8 പേരെന്ന് പറയുന്നുണ്ടല്ലോ 800 കഥകളുള്ള ആൾക്കാരാണ്. എന്തോരം കഥകളാണെന്നറിയ ഇവർക്കൊക്കെ ഇൻഡിവിജ്വലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒക്കെ മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നത്. അതെ, അതല്ല ഈ ശ്രീരാഗിന്റെയും വർഷയുടെയും കൂടെ ഒരു റീല് വൈറലായില്ലായിരുന്നോ? ഉണ്ടല്ലോ മറ്റേ തുടക്കത്തില് ഏതാ പാട്ട് നോക്കിയോ, എന്താ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? അങ്ങനെ ഒരു തഗ് ലൈഫ് മനുഷ്യനാണോ? അല്ല, അവനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന തന്നെ അങ്ങനെ ഒരു തഗ് ലൈഫില്ല. അടിപൊളിയാ. കാരണം സാധാരണഗതിയിൽ ഇപ്പം എൻ്റെ ഷോയെ പറ്റിയിട്ട് എൻ്റെ ഷോ നന്നാവണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പം നന്നായിട്ട് പാടുന്നെന്ന് എനിക്ക് തോന്നുന്ന കുട്ടികളെ ഏതെങ്കിലുമൊക്കെ സജഷൻസിൽ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ അവരോട് നേരിട്ട് ചോദിക്കാറുണ്ട്, നിനക്ക് ഇത്തരം ഒരു ഷോ വരുന്നുണ്ട്, നിനക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതല്ലാതെ ഒരു ഓഡീഷൻ അനൗൺസ് ചെയ്തിട്ട് ഈ കുട്ടിയെ ഞാനന്ന് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയതാണ്, വൈഫ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഷോയിലേക്ക് വന്നു. അപ്പം പിന്നെ പ്രോപ്പർ ഓഡീഷൻ വഴി തന്നെ ആയിരിക്കും വരിക, ഓഡീഷൻസിലേക്കാണ് എല്ലാവരും വരിക, അല്ല ഷോയിലേക്കല്ല വരിക. അപ്പോൾ അങ്ങനെ ശ്രീരാഗ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്,
നന്നായിട്ട് പാടും, അവൻ ഇളയരാജ സാറിൻ്റെയൊക്കെ പാട്ടുകൾ നന്നായിട്ട് പാടുന്നതിനാണ് എന്നത്. ഞാൻ പറഞ്ഞാണോ നമ്പർ അയക്കി നമുക്ക് സംസാരിക്കാമല്ലോ എന്നത്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ വേറൊരു ഓഡീഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ കുറേ ആൾക്കാരുടെ നമ്പറുണ്ട്. നമ്പർ ഞാൻ അവരെ വെച്ചിട്ടൊരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിരുന്നു കുറച്ച് കാലം മുമ്പ്. അപ്പം ഞാൻ ഈ നമ്പർ തപ്പിയെടുത്ത് ഞാനിവനെ വിളിക്കുന്നു. ഞാനിവനെ വിളിച്ചിട്ട് ഹലോ ശ്രീരാഗാണോ? ആ അതെ. ഞാൻ പറഞ്ഞു ശ്രീരാഗ ഇങ്ങനെ ഒരു ഓഡീഷൻസ് വരുന്നുണ്ട് ശ്രീരാഗ, ഞാൻ ഇന്ന ആളാണ്. ആ ഓക്കെ ഓക്കെ പറയൂ സാർ. ഈ തെണ്ടി ഒരു 5-6 മിനിറ്റ് ഞാനോട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ അറിയാണ്ട് എന്റെ ഫോണിലേക്ക് നോക്കിയപ്പോൾ ശ്രീരാഗ് ഭരതൻ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ശ്രീരാഗ് നിനക്ക് എന്നെ അറിയോ? പിന്നെ അറിയാം, ഞാൻ ആ ഗ്രൂപ്പിലുണ്ട് സാർ. അതായത് ആ ഗ്രൂപ്പിൽ കിടക്കുന്ന ഇവനാണ് അതുവരെ എൻ്റെ ഇടയ്ക്ക് ഒരു ഇമ്മാരി അറിയാത്ത രീതി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അപ്പോഴേ ഇവൻ എന്തൊരു ജന്മമാടാ. അല്ല, ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ശ്രീരാഗ് അങ്ങനെ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ആണോ? അല്ല, അവൻ അങ്ങനെ തന്നെയാണ്. അല്ല, അതെനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നേരത്തെ എന്തോ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, പറഞ്ഞായിരുന്നു. കേൾക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അത് ശീലാവും, കുഴപ്പമില്ല. ശീലാണ്. സ്നേഹത്തോടെ തെണ്ടിന്ന് വിളിച്ച കേട്ടോ. ശ്രീരാഗ് ഫാൻസ് എനിക്ക് പൊങ്കാല ഇടാൻ വരുന്നത്. ഇവിടെ ഏറ്റവും അധികം ഫാൻ ഫൈറ്റ് നടക്കുന്ന ആരുടെയാ? അല്ല അതെന്താ കാര്യം വെച്ചാൽ ഓരോ സമയം പാട്ടുകൾ കയറുമ്പോൾ ഇപ്പൊ നമുക്കിപ്പം എനിക്കിപ്പോ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ചില പാട്ടുകൾ യൂട്യൂബിൽ കയറും, ചില പാട്ടുകൾ യൂട്യൂബിൽ കയറില്ല. അതിന്റെ റീസൺ പഴയ പോലെയല്ല. നമുക്കിപ്പം യൂട്യൂബിന് റൈറ്റ്സ് ഉള്ള പാട്ടുകൾ മാത്രമേ, ചാനലിന് റൈറ്റ്സ് ഉള്ള പാട്ടുകൾ മാത്രമേ ചാനൽ ഒഫീഷ്യലി അപ്ലോഡ് ചെയ്യത്തുള്ളൂ. കഷ്ടകാലത്തിന് മിക്ക പാട്ടുകളും അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് ശ്രീരാഗിൻ്റെയാണ്. അപ്പം നമുക്ക് ആദ്യമേ ഈ പാട്ട് എടുക്കുമ്പോഴേ അറിയാം ഈ പാട്ട് യൂട്യൂബിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആൾക്കാരുടെ ധാരണ ശ്രീരാഗിനോട് നമുക്കെന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തതാണെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും നമുക്കിട്ട് ഇഷ്ടം പോലെ തെറിയക്കാറുണ്ട്. സാറിന് അല്ലേ, സാറിന്റെ പേരൊക്കെ എഴുതിട്ട് ചിതറാറില്ലേ? ശീലമായി. ആരുടെ പാട്ട് അപ്ലോഡ് ചെയ്താലും എനിക്കിട്ട് 2 ഉണ്ടാവും. അതിപ്പോ ഒരു ഇത് കാണുമ്പോ ഒരു വിഷമം തോന്നും. കാരണം നമ്മൾ ഇത്രയും സിൻസിയർ ആയിട്ട് ചെയ്തിട്ട് ഇതാണല്ലോ കിട്ടുന്നൊരു വിഷമം തോന്നും. പക്ഷെ എന്നാലും ഇപ്പൊ ആദ്യം തോന്നുന്ന വിഷമമൊന്നും ഇപ്പൊ തോന്നില്ല. അതുപോലെ തന്നെ മറ്റേ ഡബിൾ ടേക്ക് ആണ് പോകുന്നത്. നമ്മുടെ ദിശക്കുട്ടി ആൻഡ് നന്ദാക്കുട്ടി. അത് ഞാൻ ഉത്തരം പറഞ്ഞു അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഇത് ഷോ പെർഫെക്ഷന് വേണ്ടി നമ്മൾ കാണിക്കുന്നൊരു എടുത്തിയ ഒരു വേണ്ടാതിനാണ്. സാധാരണഗതിയിൽ നമ്മളൊരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷൂട്ട് അതോടുകൂടി കഴിയും. ഇപ്പം ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞാൽ ജഡ്ജസ് അതിനകത്ത് മാർക്കോ കമൻറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു ലെവലും കൂടി എടുക്കും. കാരണം ആദ്യത്തെ ഷൂട്ടിൻ്റെ സമയത്ത് ഇവർക്ക് മാക്സിമം ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അധികം ക്ലോസ് പോവുകയോ ഈ ജിബിൻ്റെ ഷോട്ട് അധികം പോവുകയോ ചെയ്യില്ല. അപ്പം ഇതിനൊരു വിഷ്വൽ എഫക്റ്റ് ഉണ്ടാവട്ടെ, വിഷ്വൽ ഭംഗി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ രണ്ടാമത് ഈ സാധനം ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്ന പതിവുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഒരു സാധനം ഷൂട്ട് ചെയ്തതിന് രണ്ടാമത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 20 to 25 മിനിറ്റ്സ് എടുക്കാറുണ്ട്. ഒരു ദിവസം നമ്മൾ 12 പാട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ 20 മിനിറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ നമ്മൾ എത്ര 12 × 20 എത്ര വരും? 240. 240 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരുമ്പം ഏതാണ്ട് ഒരു 4 മണിക്കൂർ. ഈ 4 മണിക്കൂർ ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ പണിയെടുക്കാറുണ്ട്. പെർഫെക്ഷന് വേണ്ടി ഓൺലി ബിക്കോസ് ഓഫ് ദിസ് പെർഫെക്ഷൻ. അപ്പം ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഇത് ഞാൻ മിക്കവാറും എൻ്റെ ഷോസിൽ ചെയ്യുന്നത്. കാരണം ഇത്തരം ഷോർട്സ് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇവർ ഈ പാടിയപ്പോൾ പാട്ടൊരു രക്ഷയില്ലായിരുന്നു. ചിത്രചേച്ചി അതിനു മുമ്പ് റിഹേഴ്സലൊന്നും നമ്മൾ കേൾപ്പിച്ചില്ല. ചിത്രചേച്ചി അങ്ങോട്ട് എക്സൈറ്റഡ് ആയിട്ട് പാട്ട് ഏതാണ്ട് ഒരു തീരുന്നതിന് ഒരു 5 മിനിറ്റ്, 5 അല്ല, ഒരു 3-4 മിനിറ്റ്, 2-3 മിനിറ്റ് മുമ്പ് തന്നെ ചിത്രചേച്ചി ചാടിക്കയറി പാട്ട് തീർന്നു എന്ന് തോന്നിയത് ചിത്രചേച്ചി ചാടിക്കയറി ഗോൾഡൻ സ്റ്റാർ അടിച്ചു. അപ്പോൾ ഗോൾഡൻ സ്റ്റാർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം പൈറോയും ബ്ലാസ്റ്റും കാര്യങ്ങളും കുറേ ഇത് വരികയും, പക്ഷെ ഇവരൊരു മനസാന്നിധ്യം വിടാതെ ഇവർ ആ സോങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ ബഹളമെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് റീഷൂട്ട് ചെയ്യണമല്ലോ. ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തു, വീണ്ടും എല്ലാം ഒന്നത്തെ പോലെ ആക്കി ഈ സാധനം റീഷൂട്ട് ചെയ്ത് ഈ സാധനം നമ്മൾ റീഷൂട്ട് ചെയ്തപ്പം അതിൻ്റെ നോർമലി എല്ലാ പെർഫെക്ഷൻ നോക്കിയിട്ട് അതുപോലെ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റിൽ പോയി കഴിയുമ്പം ഒരു സോങ് മിനിമം നമ്മുടെ 5-6 തവണയെങ്കിലും കാണും എഡിറ്റിൽ. കാരണം ഇത് പലപ്പോഴും ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കും. അതിനുശേഷം
എന്തായാലും ടെലികാസ്റ്റ് പോകുമ്പോൾ ഞാൻ കാണും. യൂട്യൂബ് മറ്റേ ആദ്യം ഹോട്ട്സ്റ്റാറിൽ കയറുമ്പോഴും ഞാൻ കാണും. ഹോട്ട്സ്റ്റാറിൽ കയറുമ്പോൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ ഹോട്ട്സ്റ്റാറിൽ കയറും. ഹോട്ട്സ്റ്റാറിൽ കയറുമ്പോൾ ഞാനൊരു അപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് എനിക്കിത് നോക്കും. വൈകുന്നേരം ടെലികാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ നോക്കും. ഈ സമയത്തൊന്നും ഞാനിത് കണ്ടില്ല. അവസാനം യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുകയും യൂട്യൂബിൽ ഒരു കുറേ കമൻസിനകത്ത് ഈ മുടി മാറി കിടക്കുന്നു എന്നും പറഞ്ഞത് കണ്ടപ്പോഴാണ് ഭഗവാനെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചത്. കാരണം ആ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ നന്ദ ഇട്ടിരുന്ന ആ മുടിയുടെ ഒരു പോർഷൻ ഇങ്ങോട്ട് മാറി മുന്നിക്ക് വന്നു. അത് ആ ഒരു കണ്ടിന്യൂറ്റി ചേർക്കണ്ടായി. ഓഫ് കോഴ്സ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അത് എൻ്റെ ടീമിൻ്റെ കുറ്റം തന്നെയാണ്. പക്ഷെ എനിക്കതിനകത്ത് വലിയ സങ്കടം തോന്നിയത് അതൊരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു. ആ സോങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗറിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഡ്യുവൽ പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ ചെയ്ത ഷോസിൽ ഒന്നും തന്നെ അത്രയും മികച്ചൊരു പെർഫോമൻസ് നടന്നിട്ടില്ല. അപ്പോൾ അത്രയും മികച്ചൊരു പെർഫോമൻസിനെ പിന്നീട് ആൾക്കാർ വിലയിരുത്തിയത് ഇങ്ങനത്തെ പേരിലായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു ചെറിയൊരു അതെ, ആ ഒരു കാരണം ഞാൻ ആൾക്കാരെ കുറ്റം പറയുന്നില്ല, കാരണം അത് നമ്മളത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കാരണം ആൾക്കാർക്ക് എപ്പോഴും എന്താ പറയുക, പെർഫെക്ഷൻ ആണ് അവർക്ക് താല്പര്യം. ആൾക്കാർക്ക് റിയാലിറ്റി ഷോയിനോടുള്ള ആ ഒരു പിന്നെ പൊതുവിൽ ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവരുടെ മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയി. അത് നമ്മുടെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. പക്ഷെ ഈ ആൾക്കാർ അതിനെക്കുറിച്ച് കൺക്ലൂഡ് ചെയ്യുന്ന പോലെ അതിനകത്തൊരു തട്ടിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും പാടുന്ന പാട്ട് ഒറ്റത്തവണ ടേക്കിൽ ആ ടേക്കിന്റെ മാർക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളിത് വിഷ്വലി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു രണ്ടാമത്തെ സാധനമാണ്. അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ശ്രദ്ധിച്ചേക്കണം, കുന്നും മലയും കാടും പുഴയും കടന്നു പോകും, ടുട്ടുപുഴുവിനെ കാണും, തിരിച്ചെത്തുമ്പോൾ ടുട്ടുപുഴു ഉണ്ടാവില്ല.